വഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ കടലിൽ മറുകുള്ള സുന്ദരിയവൾ കരള് കവർന്നൊരു പൈ. അസ്സലാമലൈക്കും. ഐ ആം ദിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഈദ് മേക്കപ്പ് ലുക്കായിട്ടാണ്. അപ്പോൾ ഞാൻ എനിക്ക് കഴിയുന്ന പോലെ എല്ലാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. ആദ്യം തന്നെ ഞാൻ നിബിയൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഹിമാലയൻ്റെ ഒരു ലിപ് ബാമാണ് എടുത്തിട്ടുള്ളത്. ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സൺസ്ക്രീനാണ്. ഞാൻ സൺസ്ക്രീൻ ഇപ്പോൾ ഏതായാലും അപ്ലൈ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം വെച്ചാൽ ചിലപ്പോൾ ഈദിൻ്റെ അന്നൊക്കെ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ മുഖമൊന്നാകെ ടാൻ അടിക്കും. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മേബ്ലിൻ ഫിറ്റ്മിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല ഈ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ഇട്ടിട്ടുള്ളൂ ഫേസിൽ. പിന്നെ ഞാൻ കൺസീലർ എടുക്കുകയാണ്. ഇത് മേബ്ലിൻ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ കൺസീലർ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലെൻഡ് ആവാൻ കുറച്ച് പണിയാണ്. കാരണം വെച്ചാൽ ഇത് നല്ല കവറേജ് ഉണ്ട്, അപ്പോൾ ബ്ലെൻഡ് ആവാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു തൃപ്തി കിട്ടണമെങ്കിൽ കോണ്ടോർ ചെയ്യണം. അപ്പോൾ ഈ കോണ്ടോർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഹെർബിൻ്റെ മിനി ലിപ്സ്റ്റിക്ക് വാങ്ങിയിനി. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ കോണ്ടോർ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ വെച്ച് കോണ്ടോർ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് ഉണ്ടായതുകൊണ്ട് അത് പിന്നെ ചുണ്ടിലൊന്നും ഇടാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാനത് വെച്ചിട്ട് ഇപ്പോൾ കോണ്ടോർ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ചിന്നിലും ചേക്കിലും മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലഷാണ്. അപ്പം ഇതൊരു സുഡിയോൻ്റെ ബ്ലഷാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ബ്ലഷ് ചെയ്യാണ്. ഇത് ഞാൻ കണ്ണിൻ്റെ മേളിലും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഐ ഷാഡോക്ക് പകരം ഞാൻ അപ്പം ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്ലഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ കുറേ കാലം ബ്ലഷ് ഇട്ടത് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം കുറച്ചായിട്ടുള്ളൂ ഈ ഒരു ബ്ലഷ് വാങ്ങിയിട്ട്. പിന്നെ അടുത്തുള്ളത് ഐഷൈനാണ്. അപ്പം ഞാൻ ഐഷൈന കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഹൈലൈറ്റർ സ്റ്റോപ്പ് ക്രീം പോലെയൊക്കെയാണ് യൂസ് ചെയ്യാനാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ മേലെ മാത്രമല്ല ഇട്ടത്, ചിന്നിലും ചീക്കിലൊക്കെ ഇടുന്നുണ്ട്, അതുപോലെ നോസിൽ വരെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഐഷൈനൊക്കെ വെച്ച് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ സ്റ്റോപ്പ് ക്രീം അതുപോലെ തന്നെ ഹൈലൈറ്റർ പോലെയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഞാൻ അങ്ങനെ കണ്ണെഴുതി വന്നിട്ടുണ്ട്. കണ്ണെഴുതുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു, ബട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ട് എനിക്കിതിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ എന്താ വെച്ചാൽ എൻ്റെ സ്കിന്ന് ഓയിലി ആയതുകൊണ്ട് ഈ ക്രീമും ഇതൊക്കെ യൂസ് ചെയ്താൽ പറ്റും ഓയിലി ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ ഒന്ന് തട്ടിക്കൊടുത്തു. അപ്പോൾ പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ ബ്ലഷ് കുറഞ്ഞോന്നൊരു സംശയം. എനിക്കിഷ്ടമാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലഷ് ഇടാനാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ബ്ലഷ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ മസ്കാര എഴുതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ മസ്കാര ഇട്ടപ്പോൾ ഒന്നാകെ പരന്നീന്. പിന്നെ ആൾക്ക് ലെവലാക്കി മസ്കാര കൊണ്ട് തന്നെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണം. അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തുള്ളത്. അങ്ങനെ ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്താലും അത് കുറച്ചും കൂടി കൂട്ടിക്കാണ്ട് അത് കൊളാക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഇതിന് മേളിൽ സുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, രണ്ടും കൂടി മിക്സ് ചെയ്തപ്പം. നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ആദ്യം ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടതാണ് ഇഷ്ടപ്പെട്ടത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനിതാ അങ്ങനെ ഷോളൊക്കെ മാറ്റി വരികയാണ്. ഈ ചുരിദാർ ശരിക്കും എൻ്റെ ഉമ്മൻ്റെ ചുരിദാറാണ്. ഞാനങ്ങനെ പാർട്ടി വേഴ്സ് എടുക്കാറില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ചുരിദാർ അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ഉമ്മൻ്റെ ചുരിദാർ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.